വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ 1917 മുതല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് നടന്നിട്ടുള്ള ചില ചരിത്ര സംഭവങ്ങളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് ക്ലാസ്സുകളായിട്ട് അതാണ് പഠിക്കണേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൗലറ്റ് ആക്ടിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. പുതിയൊരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു അല്ലെ. അതായത് സിഡ്നി റൗലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ പരിണിത ഫലമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കയറി ചെല്ലാം, ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിൽ വെക്കാം ഒക്കെ പറഞ്ഞു. ഇതില് പല ആൾക്കാർക്കും അതൃപ്തി ഉണ്ടാവുകയാണ്. ആ അതൃപ്തി ഒരു കൂട്ടക്കൊലയ്ക്ക് കാരണമാവാണ്. ആ കൂട്ടക്കൊലയുടെ പേരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ കാരണം പറഞ്ഞിട്ട് വേണമല്ലോ കൂട്ടക്കൊലയിലേക്ക് വരാൻ. അതായത് ഇങ്ങനെ ഈ റൗലറ്റ് ആക്ട് ഇഷ്ടപ്പെടാത്തതില് പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ചലു എന്ന് പറയുന്ന രണ്ട് നേതാക്കള് എന്ത് ചെയ്യാണ്, റൗലറ്റ് നിയമത്തിനെതിരെ ഒരു ഹർത്താല് നടത്തുകയാണ്. ആ ഹർത്താലിനോടനുബന്ധിച്ച് പ്രതിഷേധ റാലിക്ക് ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ രാജ്യവ്യാപകമായിട്ട് ഹർത്താലും കാര്യങ്ങളൊക്കെ ആചരിക്കുകയാണ്. അപ്പൊ ആ ഹർത്താലിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ എന്താ പറയുന്ന പഞ്ചാബിലെ അമൃത്സർ ആ ഭാഗത്താണ്. പഞ്ചാബിലെ അവിടെ നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചലു തുടങ്ങിയവരാണ്. അപ്പൊ ഇവര് സമാധാനപരമായിട്ടുള്ള റാലിയായിട്ട് മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെ റൗലറ്റ് ആക്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഏത് സമയത്തും ആരെയും അറസ്റ്റ് ചെയ്യാന്നൊക്കെ അല്ലെ. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, 1919 ഏപ്രിൽ 10 ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചലുവിനെയും എന്ത് ചെയ്യാണ്, അറസ്റ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. റാലിയില് ധാരാളം ആൾക്കാർ വേറെ ഉണ്ടാവൂലേ. അപ്പൊ ആ റാലിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, പ്രതിഷേധ റാലി നടത്തിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോ എന്ത് ചെയ്തു എന്നാ പറയണത്, ജനക്കൂട്ടം ഭയങ്കര അക്രമാസക്തമാവുകയും അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ഇവരെ എന്തിന് അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് അവരെന്ത് ചെയ്തത്, നമ്മുടെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളൊക്കെ നശിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. അപ്പോ എന്തുണ്ടായേ, റാലി ഉണ്ടായി, ആൾക്കാരെ ഉപദ്രവിച്ചു, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. അപ്പൊ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജനറൽ ഡയർ, ആരായിരുന്നു ജനറൽ ഡയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് അദ്ദേഹം. ആ ജനറൽ ഡയർ എന്ത് ചെയ്യാണ്, ശിക്ഷാ നിയമം 144 പ്രകാരം പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറയാണ്. അപ്പൊ അതൊക്കെ നിരോധിക്കുകയാണ്. ശിക്ഷാ നിയമം 144 പ്രകാരം ജനറൽ ഡയർ നഗരത്തില് എന്ത് ചെയ്യാൻ പാടില്ല, ഇനി നിങ്ങള് പ്രകടനങ്ങളൊന്നും നടത്താൻ പാടില്ല, പൊതുയോഗങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് മുന്നേക്കൂട്ടി 1919 ഏപ്രിൽ 11 എന്ത് ചെയ്യാണ്, പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ അങ്ങനെ പ്രഖ്യാപിച്ചു എങ്കിലും 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ, അമൃത്സർ എവിടെയാ, പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗില് ഈ സമര അനുകൂലികള് എന്ത് ചെയ്യാണ്, ഒരു പൊതുയോഗം സംഘടിപ്പിക്കുകയാണ്. അതായത് റൗലറ്റ് ആക്ടിനെതിരെയുള്ള സമരം നടത്തുന്ന ആൾക്കാര് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. പൊതുയോഗമാണ്, സമാധാനപരമായിട്ടുള്ള ഒരു യോഗമാണ്. 10-20,000 ആളോളം അതിൽ പങ്കെടുക്കുകയാണ്. 10-20,000-ത്തിലധികം ആൾക്കാര് അതിൽ പങ്കെടുക്കുന്നു. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരെ കൂടാതെ സ്ത്രീകളുണ്ട്, പ്ലസ് കുട്ടികളും ഉണ്ട്. അവരൊക്കെ നിരായുധരാണ്. അതായത് അവരുടെ കയ്യിലൊന്നും ആയുധങ്ങളില്ല അല്ലെ. അവരൊരു പൊതുയോഗത്തിന് പങ്കെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോ എന്ത് പറഞ്ഞിട്ടുണ്ട്, പൊതുയോഗങ്ങളോ അല്ലെങ്കിൽ പ്രകടനങ്ങളോ ഒക്കെ നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്തു, അന്നത്തെ പഞ്ചാബ് ഗവർണർ ആയിരുന്ന മൈക്കിൾ ഒ ഡയർ ജാലിയൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് അനുമതി നൽകി. അപ്പൊ പഞ്ചാബ് ഗവർണർ ആയിരുന്നു അന്ന് മൈക്കിൾ ഒ ഡയർ. അദ്ദേഹം പറയാണ് ജാലിയൻ വാലാബാഗിലുള്ള സമരക്കാർക്കെതിരെയൊക്കെ എന്താണ്, ആ എന്താ പറയാ, വെടിവെച്ചോളാനായിട്ടുള്ള ഒരു അനുമതി നൽകി. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പക്ഷേ നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം, ജനറൽ റെജിനാൾഡ് ഡയറാണ്. അതായത് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ജനറൽ ഡയർ ആണ്. പക്ഷേ മൈക്കിളോ ഡയർ ആണ് പഞ്ചാബ് ഗവർണർ വെടിവെക്കാൻ അനുമതി നൽകിയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ് അവര്, അപ്പൊ അവര് വെടിവെച്ചപ്പോ എന്തുണ്ടായി, കുറേയധികം, ശരിക്കും പറയുകയാണെങ്കിൽ ഔദ്യോഗിക കണക്ക് പ്രകാരം 379ഓളം പേര് കൊല്ലപ്പെട്ടു. 1500-ൽ അധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാ പറയണത്. ഈ സംഭവത്തെ, ഇത് നടന്നത് 1919 ഏപ്രിൽ 13 അപ്പോൾ ഈ വെടിവെപ്പിന്
ഉത്തരവിട്ടത് ആരാന്ന് പറഞ്ഞ ജനറൽ ഡയറാണ് ഉത്തരവിട്ടെ, വെടിവെച്ചോളാൻ പറഞ്ഞ് ഉത്തരവിട്ടു, അനുമതി നൽകി ആര്, പഞ്ചാബ് ഗവർണർ. പക്ഷെ ജനറൽ ഡയർ ഉത്തരവിട്ടു. അങ്ങനെ ഇത്രയും കുറെ ആൾക്കാർ മരിക്കുകയും കുറെ ആൾക്കാർക്ക്, അതായത് നമ്മൾ പറഞ്ഞല്ലോ 20,000-ലധികം ആൾക്കാർ അവിടെ അതിൽ പങ്കെടുത്തു അല്ലെ. 379 പേര് കൊല്ലപ്പെട്ടു, 1500-ൽ പരം ആൾക്കാർക്ക് എന്ത് പറ്റി, പരിക്കൾക്ക് ഏൽക്കുകയും ചെയ്തു. അപ്പൊ ആ സംഭവത്തെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയണേ. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എവിടെയാ നടന്നേ? പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലാണ് നടന്നേ. എന്നാ നടന്നേ? 1919 ഏപ്രിൽ 13-നാണ് നടന്നേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്, അല്ലെങ്കിൽ കരി നിയമം, അല്ലെങ്കിൽ അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ നടന്ന ആ ഒരു സമരത്തിലുള്ള ആൾക്കാർക്കൊക്കെ, സമരക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ്? മൈക്കിൾ ഒ ഡയർ ആണ്. എന്നാൽ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ് അല്ലെ. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാവാൻ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ കൂട്ടക്കൊലയ്ക്ക് മുമ്പ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു അല്ലെ, സമരത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരെ. ആരൊക്കെയായിരുന്നു അവര്? റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നടന്നിട്ടുള്ള പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാ? ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചലുമാണ്. ഇവരെ എന്ന് അറസ്റ്റ് ചെയ്തേ? 1919 ഏപ്രിൽ 10-നാണ് ഇവരെ അറസ്റ്റ് ചെയ്യണേ. അത് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആവുമല്ലോ. ഇനി അടുത്തത് മൈക്കിൾ ഒ ഡയർ ഉണ്ട് അല്ലെ, നമ്മുടെ പഞ്ചാബ് ഗവർണർ. ആ മൈക്കിൾ ഒ ഡയറിനെ ആരാ വധിച്ചേ? 1930 മാർച്ച് 13-ന് ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിക്കുകയാണ്. ആരാ വധിച്ചേ? ഉദ്ധം സിംഗ്. അപ്പൊ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ധീരദേശാഭിമാനി ആരാണ്? ഉദ്ധം സിംഗ് ആണ്, മറക്കാതെ ഓർക്കണം. അപ്പോ ബ്രിട്ടീഷുകാർ വെറുതെ ഇരിക്കോ? ഉദ്ധം സിംഗിനെ അവർ എന്ത് ചെയ്തു? തൂക്കിലേറ്റി. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31-നാണ്. 1940 ജൂലൈ 31-ന് ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റുകയും ചെയ്തു. അപ്പൊ ഇത്രയും വലിയൊരു സംഭവം 1919 ഏപ്രിൽ 13-ന് നടക്കുകയാണ് അല്ലേ, പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലെ അല്ലെ. ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് വൈസ്രോയി? ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു ഈ സമയത്തെ വൈസ്രോയി. ഇത്രയും വലിയൊരു പ്രശ്നമൊക്കെ നടന്നു. പ്രശ്നം നടന്നപ്പോ ഈ ദുരന്തത്തെ, ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ഡീപ്ലി ഷെയിംഫുൾ അഥവാ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് കാമറൂൺ. ഡേവിഡ് കാമറൂൺ പറയാണ്, വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയായി അല്ലെ, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ലജ്ജാവഹം അഥവാ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്തിനെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത് ആര്? ഡേവിഡ് കാമറൂൺ ആണ്. എന്നാൽ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ രാക്ഷസീയമായ ഒരു നടപടി എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ, അത്രയും മോശമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ ഇത് ചെയ്തത്. കാരണം എന്തുകൊണ്ടാ? അത്രയും മാത്രം സൈലന്റ് ആയിട്ടിരുന്ന ആൾക്കാരെ വെറുതെ വെടിവെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? രാക്ഷസീയമായ നടപടി എന്ന് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നപ്പോ എന്തുണ്ടായി എന്നാ പറയണത്? ഇതിലൊക്കെ ഭയങ്കര പ്രതിഷേധം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായി. അങ്ങനെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന് പറയുന്ന ബഹുമതി, ബ്രിട്ടീഷുകാർ കൊടുത്ത ബഹുമതി ഗാന്ധിജി തിരികെ നൽകി. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരികെ നൽകിയ നമ്മുടെ ഇന്ത്യൻ നേതാവ് ആരാണ്? ഗാന്ധിജിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ സർ പദവി ഉപേക്ഷിച്ചു. അതുപോലെ കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ആര് തിരികെ നൽകി? ഗാന്ധിജി തിരിച്ചു നൽകി. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും ഒരു വ്യക്തി രാജിവെച്ചു. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പേര് സി ശങ്കരൻ നായരാണ്. അപ്പൊ ഈ ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടന്നതിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളി ആരാണ്? സി ശങ്കരൻ നായരാണ്. ഇനി അപ്പൊ ഇതൊക്കെ ജാലിയൻ വാലാബാഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം വേണ്ടാന്ന് വെച്ചു.
അതൊരു മലയാളിയാണ്, സി ശങ്കരൻ നായർ. കൈസറി ഹിന്ദ് പദവി തിരികെ നൽകി ഗാന്ധിജി. അതുപോലെ തന്നെ സർ പദവി തിരിച്ചു നൽകി ആര്? രവീന്ദ്രനാഥ ടാഗോർ തിരിച്ചു നൽകി. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായപ്പോ ഇനി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് ഹണ്ടർ കമ്മീഷൻ. എന്താ കമ്മിറ്റിയുടെ പേര്? ഹണ്ടർ കമ്മീഷൻ. ഇനി ഹണ്ടർ കമ്മിറ്റിയില് അതൃപ്തരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാര് ഒരു അനൗദ്യോഗിക സമിതി രൂപവൽക്കരിക്കുകയാണ്. ഹണ്ടർ കമ്മിറ്റിയില് എന്താണ് അവരത് കാര്യമൊന്നും ഭംഗിയായിട്ട് നടത്തില്ല എന്ന് തീരുമാനമായപ്പോ കോൺഗ്രസ്സുകാര് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഏതാണ് ആ കമ്മിറ്റിയുടെ പേര്? ഏതാണ് കമ്മിറ്റിയുടെ പേര്? കേട്ടുണ്ടോ നിങ്ങള്? അപ്പോൾ നമ്മുടെ ഈ ഹണ്ടർ കമ്മിറ്റിയില് അതൃപ്തരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാര് ഒരു അനൗദ്യോഗിക സമിതി രൂപവൽക്കരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമിതിയില് അല്ലെങ്കിൽ കമ്മിറ്റിയില് കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട മോത്തിലാൽ നെഹ്റു, അതുപോലെ തന്നെ CR ദാസ്, പിന്നെ അബ്ബാസ് തിയാബ്ജി, ഗാന്ധിജി, MR ജയകർ തുടങ്ങിയ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് ഈ എന്താ പറയുന്നത് കാര്യത്തെക്കുറിച്ച്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ കോൺഗ്രസ്സുകാരെന്നെ ഒരു അനൗദ്യോഗിക സമിതിയെ രൂപീകരിക്കുകയാണ്. ആ സമിതിയിലെ അംഗങ്ങളാണ് നമ്മൾ പറയണേ. ആരൊക്കെ ഉണ്ടായിരുന്നു? ഗാന്ധിജി ഉണ്ടായിരുന്നു, CR ദാസ് ഉണ്ടായിരുന്നു, മോത്തിലാൽ നെഹ്റു ഉണ്ടായിരുന്നു, അതുപോലെ MR ജയക്കർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു, അബ്ബാസ് തിയാബ്ജി ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ ഒരു കമ്മിറ്റി രൂപവൽക്കരിക്കുകയാണ് കേട്ടോ. എന്നാൽ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ ഏത് കമ്മിറ്റിയെ നിയമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹണ്ടർ കമ്മീഷനാണ്. പിന്നെ എന്തിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കമ്മിറ്റിയെ അല്ലെങ്കിൽ സമിതിയെ രൂപവൽക്കരിച്ചത്? ഹണ്ടർ കമ്മീഷനിൽ അവര് അതൃപ്തരായിരുന്നു എന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. അപ്പോ ഈ ഗാന്ധിജി പറയാണ്, ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയൊക്കെ നടന്നു കഴിഞ്ഞ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജി പറയാണ്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി. മനസ്സിലായോ? അതായത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. നമ്മൾ നേരത്തെ പറയണ്ടായി പ്ലാസി യുദ്ധത്തെ കുറിച്ചൊക്കെ. പക്ഷേ അപ്പൊ അവർക്കൊരു അടിത്തറ അവിടെ കിട്ടിയെങ്കിൽ ആ അടിത്തറ ഇളകാൻ കാരണമായത് കാര്യമില്ലാണ്ട് അവര് ഇന്ത്യക്കാരെ ഉപദ്രവിച്ച ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന കാര്യത്തെ അല്ലെങ്കിൽ ആ സംഭവത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പുതിയതായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്നെ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മൾ ക്ലാസ്സിൽ കുറച്ച് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം അത്ര ക്ലാസ് ആണ് കൊണ്ടുപോകുന്നത്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ വലിയ ക്ലാസ്സുകളാവുമ്പോൾ പല കുട്ടികൾക്കും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഓൺലൈൻ രീതിയാവുമ്പോൾ. പക്ഷേ നമ്മൾ ആവശ്യക്കാരാണ്, അതുകൊണ്ട് ഇത് കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ്സുകളായാലും നിങ്ങൾ കാണാനായിട്ട്, എൻ്റെ ക്ലാസ്സുകൾ എന്നല്ല ആരുടെ ക്ലാസ്സുകളായാലും കണ്ടത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, എൻ്റെ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് പറ്റണില്ല, ഏത് രീതിയാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ കാണാത്ത കുട്ടികൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ്, അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ബാക്കി ഭാഗങ്ങളുമായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.